മിണ്ടൂലേ പിണക്കത്തിലാണ്. അല്ലല്ല ഞാൻ മിണ്ടി ആ ശ്വാസം അപ്പൊ ഇങ്ങനെ ശ്വാസം 1 2 3 4 1 2 3 4 അങ്ങനുണ്ട്. അതങ്ങനുണ്ട്. കുഴപ്പമില്ല. അപ്പൊ ഒന്നുകൂടെ 1 2 1 2 3 4 1 2 3 4 1 2 3. ഓക്കെ ഇപ്പൊ ഓക്കെ അല്ലേ? കളിച്ചോ കളിച്ചോ 1 2 3 4 1 2 3 4. അത് കൊള്ളാം. കറി ഒന്നും വയ്യാടാ വയ്യ. മതി 5 മിനിറ്റ് ആയപ്പോ പിന്നെ വാമപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അല്ല അതെ പണ്ട് ഈ കളരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര നേരം വേണമെങ്കിലും ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പൊ വയ്യാടാ, പ്രായമൊക്കെ ആയില്ലയോ. അത് ശരിയാ. പണ്ടാണെങ്കിലേ 10 ജിമ്മന്മാർ ഒരുമിച്ച് വന്നാലും അണ്ണ ഒറ്റ അടിക്ക് താഴെ തള്ളിയിടുമായിരുന്നു. ഇപ്പൊ വയ്യ അല്ലേ അണ്ണാ? അത്രയ്ക്ക് അങ്ങ് വയ്യായികയൊന്നുമില്ല. അണ്ണാ സംഭവമാണ് കേട്ടോ, എനിക്കറിയാം. ഇപ്പോഴും അത്യാവശ്യം ഒരു 100 പേരൊക്കെ വന്നാലും അത്യാവശ്യം ഇത്തിരി മണ്ണ് വാരിയിട്ട് അടിക്കാനൊക്കെ എനിക്കറിയാവടാ. പണ്ടേ ഞാനൊരു ദിവസം ചന്തയിൽ പോയപ്പം മണിക്കുട്ടാണ്ണനും കൂടെ വന്നായിരുന്നേ. അപ്പൊ അവിടെ ഒരു വായി നോക്കി എന്റെ പുറകെ ഇങ്ങനെ വന്ന ഓരോ ഗോഷ്ടിയൊക്കെ കാണിച്ചോണ്ട് നിക്കുന്നേ. നോക്കാതെ കുറച്ചു കഴിഞ്ഞപ്പം അവൻ എന്റെ പുറകെ വന്ന് തൊട്ടുരുമിയൊക്കെ നിക്കാൻ തുടങ്ങി. മുഴുവൻ പറയട്ടെ, കേൾക്ക്. എനിക്കാണെങ്കിലേ ദേഷ്യം കൂടെ വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന ഒരു വലിയ മത്തങ്ങ എടുത്ത് അവന്റെ തോലയിലിട്ട് ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി പോയി. അവൻ ദേ കിടക്കുന്ന താഴെ. മനസ്സിലായ? മണിക്കുട്ടാണല്ലേ പുറകെ കൂടെ വന്നിട്ട് ഒറ്റ ചവിട്ടവന്. അവന്റെ കമ്പ് ഒടിയുന്ന പോലെ ഒടിഞ്ഞു കിടക്കുന്നു. മഹേന്ദ്ര ബാഹുബലി. അത് കഴിഞ്ഞില്ല അവനെ ആംബുലൻസ് വിളിച്ചാ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. നമ്മളെ സിനിമയെ പോലും ഇത്രയും വലിയൊരു അടി കണ്ടിട്ടുണ്ടാവൂല. പൂര അടി അവിടെ. ഇപ്പം അങ്ങനത്തെ വലിയ അടിക്കൊന്നും പോവാറില്ല. വല്ല കുഞ്ഞു കുഞ്ഞു അടികളോ അതുപോലൊക്കെയുള്ള നാടനടിക്ക് പോവാം. വലിയ റേഞ്ച് ഇപ്പൊ ചെയ്യണില്ല. ഇല്ല. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ രാവിലെ എണീറ്റപ്പോ പേടിച്ചു പോയി മാമ. എന്തിന്? അത് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോ ഒരു ഈച്ച കുഞ്ഞു പോലും ഇല്ല അവിടെ. അത് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലായിരുന്നു. എവിടെ? രാവിലെ എണീറ്റ് നോക്കിയപ്പോ രാവിലെ എത്ര മണിക്ക്? ഇപ്പൊ കുറച്ച് 2 മിനിറ്റ് മുമ്പ്. അയ്യടാ, അച്ഛനും അമ്മയെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയി എന്നെ വിളിക്കാത്തത്? എല്ലാരും കൂടെ വിളിച്ചോണ്ട് എല്ലാരും കൂടെ ഇവിടെ കൂടിയിരിക്കുന്നേ. യാരിന്ത ദേവതേ ആളെ ചേട്ടത്തിന്റെ ലുക്ക് ഒരു രക്ഷയില്ല കേട്ടാ. നമ്മളെ നാടൻ ഡ്രസ്സിൽ തകർത്ത്. ഓ, എനിക്ക് നാടൻ മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ഫാഷൻ ശരിയല്ലേ കേട്ടോ. പണ്ടേ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ വീട്ടിൽ കരഞ്ഞു വിളിച്ചൊരു ജീൻസ് ഒക്കെ മേടിച്ചിടുമായിരുന്നു. പിന്നെ അതൊക്കെ നിന്നു. പിന്നെ ഇപ്പൊ ഇടാത്തെന്ത്? അണ്ണ സമ്മതിച്ചില്ലേ? സമ്മതിക്കൂലല്ലോ. പട്ടുപാവാടയൊക്കെ ഇട്ട് നടന്നാ മതി. ആര്? അച്ഛനോ? അച്ഛനല്ല, സ്വന്തം സഹോദരൻ. അയ്യേ, അല്ല അന്ന് ഞാന് ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനായിരുന്നു. അപ്പൊ ഇപ്പോഴും അതുപോലെ തന്നെ. അല്ല അവക്ക് എന്തെങ്കിലും മോഡേൺ ഡ്രസ് ഇടുന്നുണ്ടെങ്കിലേ അവൾ ഇട്ടോട്ടെ, ഇദ്ദേഹത്തിന്റെ അനുവാദത്തോടെ. അല്ല, അനുവാദത്തിന്റെ പ്രശ്നമല്ല, എനിക്കിപ്പോ താല്പര്യമില്ല, വേണ്ട. അതൊക്കെ എനിക്ക്, ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും നമ്മൾ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അണ്ണൻ സമ്മതിക്കായിരുന്നു. എല്ലാ ഡ്രസ്സിനും ഓക്കെ ആയിരുന്നു. അതെന്താന്നറിയുമോ മണിക്കൂട്ട, ഈ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഈ കാലത്തിനനുസരിച്ച് വസ്ത്രം മാറും. എന്തോ എങ്ങനെ? കാലത്തിനനുസരിച്ച് തേങ്ങ. ചേച്ചി നിങ്ങളെ പോലെ തന്നെയായിരുന്നു ഞാനും. ഒരു സാധനം ഇടാൻ സമ്മതിക്കൂല. ഈ ചുരിദാർ ഇട്ടിട്ട് മടുത്ത് മനുഷ്യൻ. ഞാനൊരു കാറ്റ് മാറി അടിച്ചെന്ന് വിചാരിച്ചു. ഇവൾക്ക് നാടൻ ഡ്രസ്സാണ് ഇഷ്ടം, അതുകൊണ്ട്. എന്താണ് ഒരു അംഗം കഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ ഇവിടെ? ഫുൾ ഫാഷൻ തരംഗമാണ് ഇവിടെ. ആ ഓരോരുത്തരുടെ ഡ്രസ്സിങ്ങിന്റെ കഥയൊക്കെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജെന്യൂൻ ഇഷ്ടം തന്നെയല്ലേ മോഡേൺ ഡ്രസ്സൊക്കെ? അങ്ങനെ പറയാനും പറ്റൂല. നാടൻ ഡ്രസ്സ് തന്നെ താല്പര്യം. ഇട്ടിട്ട് അത് ശീലമായി. പറഞ്ഞത് പൊന്നു തമ്പുരാനെ, അങ്കിള് കേക്കണം. നിങ്ങള് രണ്ടുപേരും കൂടെ 18 അടവും പയറ്റിക്ക് നോക്കി അപ്പച്ചയെ കൊണ്ട് മോഡേൺ ഡ്രസ് ഇടിയിപ്പിക്കാം. അവൾക്ക് താല്പര്യമില്ലെന്ന്. നമുക്ക് അകത്തോട്ടിരിക്കാം. സത്യം, വെയിൽ കൊണ്ടുകൊണ്ട് നല്ല ഇതുണ്ടോ? എനിക്ക് മുട്ടയും പാലും വേണം. നടക്കയും അതുപോലെ തന്നെ ആ പടിക്കെട്ടൊക്കെ കയറി ഇറങ്ങിയില്ല അമ്പലത്തിലെ, കാല് വേദനിക്കുന്നു. പാറക്കോവില് പോയായിരിക്കും. ഏതൊക്കെ അമ്പലത്തിൽ പോയേ? പാറക്കോവില് പോയി, അരകത്ത് പോയി. ഞാനും കൂടി വന്നിട്ട് പോയാ മതിയേ. ഉച്ചക്ക് എല്ലാ അമ്പലത്തിൽ പോകേണ്ടത്, രാവിലെ പോണം. ഞാൻ പറഞ്ഞാണ് വണ്ടി പോന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഈ ചിന്നുവിന് മോഡേൺ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അല്ല അവക്ക് ഏത് ഡ്രസ് ഇട്ടാലും
അവള് സുന്ദരിയാ. അതിനകത്തൊരു സംശയമില്ല. അതാളെയും പറഞ്ഞ കറക്റ്റാ. ആ അവൾക്ക് ഏത് ഡ്രസ് ഇട്ടാലും ചേരും. കാര്യം അവളുടെ ശരീരപ്രകൃതി തന്നെ എങ്ങനെയാണ്, സുന്ദരിയാണ് അവള്. ഓ അളിയനെ എന്തൊരു ചർച്ചയാണോന്നോ ഈ കാര്യത്തില്. നമ്മളൊന്നും ഏത് വേഷം ഇട്ടാലും ഇവർക്കൊന്നും കണ്ണിൽ പെടുന്നൊന്നും ഇല്ലേ എന്തോ. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തോന്ന് ചേരാൻ, വണ്ണം വെച്ച് 2 പിള്ളേരെ തള്ളയായി കിളവിയായി. അങ്ങനെയൊന്നുമില്ല ചേട്ടത്തി. ഇന്ന് ഈ കേരള സാരി ചേട്ടത്തി വന്നല്ല, ചേട്ടത്തിക്ക് 100-ൽ 100 മാർക്ക്. ഇവിടുത്തെ ഏറ്റവും സുന്ദരി ചേട്ടത്തിയാണ് അല്ലേ? എന്റെ വിഷമം കണ്ടെങ്കിൽ നീ ഇത് പറഞ്ഞല്ലോ, മതിയേട്ടാ സമാധാനം. അങ്ങനെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്. പറ പിള്ളേരെ. അതേനെ രാമൻ പറഞ്ഞ ശരിയാണ് മണി, നീ ഈ വേഷത്തിൽ നല്ല സുന്ദരിയായിട്ടുണ്ട്. അയ്യോ അവന്റെ പുറകെ എന്തൊരു സന്തോഷം. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, മിണ്ടണ്ട. അല്ല ഞാൻ പറയാൻ പോയതാണ്, അപ്പോഴാണ് രാമൻ പറഞ്ഞത്. പെങ്ങളെ ഇങ്ങോട്ട് നോക്കിയേ. ഈ കൂട്ടത്തില് ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ എന്റെ പെങ്ങള. അല്ല അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് കട്ടാ സൂയാണ്. ആരുടെ നിന്റെ അടുത്താ? അതല്ലേ എന്റെ കാര്യം പറഞ്ഞപ്പോഴേ നിനക്ക് ഇത്ര ദേഷ്യം വന്നത്. ഇടി നിന്നെ പറ്റി പറഞ്ഞതല്ലേ, എന്നെ പറ്റി പറയാത്തതാണ് എന്റെ പ്രശ്നം. ഭയങ്കര മാമന്റെ അഭിപ്രായത്തില് മോഡേൺ ഡ്രസ്സാണ് നാടൻ ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ നല്ലത്? പറ. അതിപ്പം ഈ നാടൻ ഡ്രസ്സാണോ മോഡേൺ ഡ്രസ്സാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു രൂപത്തിൽ ചിന്തിക്കുമ്പോൾ നാടൻ ഡ്രസ്സാണോ മോഡേൺ ഡ്രസ്സാണോ നല്ലത് എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള അവസ്ഥ നമ്മുടെ ഈ സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്തോന്ന് പറയുന്ന അളിയാ? ആശയം വ്യക്തമാക്കുക. അതെ, 2 വെള്ളത്തിൽ കാല് വെക്കരുത്. ഞാൻ പറയാം, വ്യക്തമാക്കാം. മോഡേൺ ഡ്രസ്സാണ് നല്ലത്. അങ്ങനെയൊന്നും അല്ല, അവനവന് ചേരുന്ന ഡ്രസ്സ് ഇടുക. പക്ഷെ ഒരു കാര്യം, അവനവന് ചേരുന്ന ഡ്രസ്സ് ഇടെന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സിന്റെ ഇതിൽ അല്ല ഓരോരുത്തരുടെ സ്വഭാവം വില. അവനവൻ ചേരുന്ന ഡ്രസ്സ് ചേട്ടത്തിക്ക് ഈ ഡ്രസ്സ് നല്ലോണം ചേരും. നമ്മൾ ഇതിട്ടുണ്ട് മാർക്കറ്റ് മീൻ വാങ്ങിക്കാൻ പോകാൻ പറ്റും. ഇല്ല, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്യാൻ പറ്റും. എന്തായാലും നീ ഏത് ഡ്രസ്സ് ഇട്ടാലും യോജിക്കും മോളെ. വീണ്ടും കറങ്ങി തിരിഞ്ഞ അതിൽ തന്നെ ഞാൻ ഇവിടെ നിന്നാ ശരിയല്ല, ഞാൻ പോണു. അല്ല പണിയായി കുറെ പോകുന്നില്ലേ? ദേഷ്യത്തിലാണ് പിന്നെ അങ്ങോട്ട് ചെല്ല്. അമ്പലത്തിൽ അടിക്കാത്ത തേങ്ങ കൂടെ ഇപ്പൊ അടിക്കുമെന്നു. അതെ, ഇനി കുറച്ച് കഴിയുമ്പോഴും രാമങ്കൾ ചിന്നു ഒപ്പിച്ചിട്ട് പറയാ കൂടെ ഇതുപോലെ തന്നെ പോകും. ഇങ്ങനെ ചിന്നു അണ്ണാ ഞാൻ ഒന്ന് പുറകെ പോയാലോ? എന്തിന്? എനിക്ക് ആ ത്രില്ല് അങ്ങ് മാറിയില്ല. അവളെ കുറച്ചുകൂടെ ഒന്ന് എരിയേറ്റിയാലേ എനിക്ക് സമാധാനം. അയ്യേ പ്രശ്നമാവടി. അത് കുഴപ്പമില്ലണ്ണാ. പിങ്കി, രാമങ്കൾ അങ്ങനെ പറഞ്ഞ? രാമങ്കൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും അങ്കിളിന് ആഗ്രഹം കാണൂലേ കെട്ടുന്ന പെണ്ണ് കുറച്ച് മോഡേൺ ആവണോന്നൊക്കെ ഉള്ളത്. അത് ശരിയാ കേട്ടോ. ഗൾഫിൽ പോകുമ്പം മോഡേൺ ആവുമായിരിക്കും അല്ലേ അപ്പച്ചി? എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അമേരിക്കയിൽ ചെന്നാലും അവിടുത്തെ മദാമയെ കൊണ്ട് സെറ്റ് സാരി ഉടുപ്പിക്കുന്ന ഐറ്റമാണ് എന്റെ അപ്പച്ചി. അപ്പച്ചി എന്തടി ഞങ്ങൾ പറയണൊന്നും കേട്ടില്ലേ? നീ എന്നല്ലേ പറയുന്ന? കേട്ട്. എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന മിണ്ടാതെ? അതെ, രാമ അങ്കിളിന് ആഗ്രഹം കാണൂലേ ഇച്ചിരി മോഡേൺ ഡ്രസ്സിലൊക്കെ നടക്കണമെന്ന്? രാമേട്ടനെ എന്നെ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയല്ല, എന്നെ നല്ലപോലെ അറിയാം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ കണ്ടാ മതി. ഇനി എന്തായാലും ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. മാറണമെന്നൊന്നും അങ്കിള് പറഞ്ഞില്ല, പുള്ളിയുടെ ഒരു ആഗ്രഹം. പറഞ്ഞ വിവരം അറിയും കേട്ടാ. അല്ല പറഞ്ഞൊന്നല്ല, ഞങ്ങൾക്കും പിന്നെ ആഗ്രഹമുണ്ട് അപ്പച്ചി ഒന്ന് മോഡേൺ ഡ്രസ്സിലൊക്കെ കാണാൻ. ഒരുമാതിരി നൈറ്റി പോലത്തെ ഡ്രസ്സും ഇട്ട്. ഇത് നൈറ്റി ആടി, ചാലേന്ന് 250 രൂപ എടുത്ത് വാങ്ങിയാണ്. നല്ല രസമുണ്ട്. ഒരുമാതിരി ബെഡ്ഷീറ്റ് വെട്ടി തച്ച കണക്കുണ്ട്. ഇത് മതി. ഇനിയിപ്പോ എന്തായാലും ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ഇങ്ങനെ കല്യാണം കഴിക്കുമെങ്കിൽ കല്യാണം കഴിച്ചാ മതി കേട്ടാ. അപ്പച്ചി പറയണ കേളപ്പച്ചി. അതെ, രാമങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഈ ഒരു നാടനായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അവര് വിചാരിക്കില്ല മോഡേൺ ഡ്രസ്സുള്ള കുട്ടിയൊന്നും കിട്ടിയില്ലേ ഈ റാമിനെന്ന്. അതെ അതെ, എന്തോ പറഞ്ഞു? അല്ല, അവരുടെയൊക്കെ ഫ്രണ്ട്സ് എന്താ വിചാരിക്കൂന്ന് രാമങ്കളുടെ? ഞാൻ ആരെ കല്യാണം കഴിക്കുന്നത്? രാമങ്കളിനെ. റാം അങ്കിളിനെ അല്ലേ, അങ്കിളിന്റെ ഫ്രണ്ട്സിനെ അല്ലല്ലോ. ഇത് മതി കേട്ടാ. കിട്ടിയടി, വയറ് നിറഞ്ഞു. നല്ല കാര്യം. ഞാൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോണില്ല. ഇനി നടക്കാൻ വേണ്ട, അവർക്ക് വേണമെങ്കിൽ ചെയ്യട്ടെ, അല്ല ഞാൻ എന്ത് പറയാനാണ്? ചുമ്മാ ഇരുന്നാ മതിയായിരുന്നു. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.